ഒരു മാസത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമമാകുമ്പോൾ വൻ സംഘർഷത്തിന്റെ വക്കിൽ നിന്ന് പിന്മാറിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇറാനും അംഗീകരിച്ചിരിക്കുകയാണ്. ആക്രമണ ഭീഷണികൾ ഇറാനും പിൻവലിച്ചിട്ടുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തലിനാണ് ഇരു രാജ്യങ്ങളും സമ്മതിച്ചത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും അമേരിക്കയെയും ഇസ്രയേലിനെയും ഞെട്ടിച്ച് ഇറാന്റെ മിസൈൽ ശേഖരത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പുതിയ കണക്കുകൾ ലോകത്തിനെ ആകെ ഭീതിയിലാഴ്ത്തുകയാണ്. 1000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോഴും ഇറാന്റെ പക്കൽ സജ്ജമായിട്ടുണ്ട് എന്ന വിലയിരുത്തലുകൾ ആഗോള സുരക്ഷാ വിദഗ്ധരെ പോലും അമ്പരപ്പിക്കുകയാണ്. ഇതിനു പുറമെ അതിർത്തികളിൽ 8000-നും 10,000-നും ഇടയിൽ ഹ്രസ്വദൂര റോക്കറ്റുകളുമായി ഹിസ്ബുള്ള നിലയുറപ്പിച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ തീവ്രത വരും ദിവസങ്ങളിൽ ഇരട്ടിയാക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശക്തമായ ബോംബാക്രമണങ്ങളിൽ തകർക്കപ്പെടുന്ന ഭൂഗർഭ മിസൈൽ ബങ്കറുകളും ലോഞ്ചറുകളും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ഇറാന്റെ ശേഷി US രഹസ്യാന്വേഷണ ഏജൻസികളെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറാന്റെ മിസൈൽ പ്രഹരശേഷി ഗണ്യമായി കുറഞ്ഞുവെന്ന വൈറ്റ് ഹൌസിന്റെയും പെന്റഗണിന്റെയും അവകാശവാദങ്ങൾക്കിടയിലാണ് യാഥാർത്ഥ്യം മറിച്ചാകാമെന്ന സൂചനകൾ പുറത്തുവരുന്നത്. ആക്രമണങ്ങളിൽ തകർന്നടിയുന്ന ഭൂഗർഭ ബങ്കറുകളും മിസൈൽ സൈലോകളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത മണിക്കൂറുകൾക്കകം പ്രവർത്തന സജ്ജമാക്കാൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും തകർക്കപ്പെട്ടുവെന്ന് US കരുതുന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും വീണ്ടും മിസൈലുകൾ തൊടുക്കുന്നത് അമേരിക്കയെ കുഴപ്പിക്കുന്നുണ്ട്. കൂടാതെ യഥാർത്ഥ ലോഞ്ചറുകൾക്ക് പകരം വൻതോതിൽ ഡമ്മികൾ ഇറാൻ ഉപയോഗിക്കുന്നതിനാൽ തങ്ങൾ തകർത്തതിൽ എത്രയെണ്ണം യഥാർത്ഥ ലോഞ്ചറുകളാണെന്ന കാര്യത്തിൽ അമേരിക്കൻ സെനറ്റിന് ഇപ്പോഴും വ്യക്തതയില്ല. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടിയാണ് ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം ബങ്കറുകളിലും ഗുഹകളിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിലവിൽ പ്രതിദിനം 20ഓളം മിസൈലുകളും 100ഓളം ഡ്രോണുകളും ഇറാൻ ഇസ്രയേലിന് നേരെ പ്രയോഗിക്കുന്നുണ്ട്. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ വിള്ളലുകൾ കാരണം ഒരേ സമയം വലിയ തോതിലുള്ള ആക്രമണം നടത്താൻ അവർക്ക് പ്രയാസമാണെങ്കിൽ മിസൈൽ പ്രഹരശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇറാന്റെ മിസൈൽ ശേഷി അതീവമായി കുറഞ്ഞുവെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ആവർത്തിക്കുമ്പോഴും നിലവിലുള്ള ശേഖരം ഉപയോഗിച്ച് ഇസ്രയേലിനും മറ്റു മേഖലകൾക്കും നേരെ ഏത് നിമിഷവും ആക്രമണം നടത്താൻ ഇറാന് കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. തകർക്കപ്പെട്ട ബങ്കറുകൾ കുഴിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കുന്ന ഇറാന്റെ രീതിയെക്കുറിച്ച് ഇസ്രയേൽ മാധ്യമമായ ഹാരറ്റ്സും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചുരുക്കത്തിൽ ആകാശത്ത് പൂർണ്ണ ആധിപത്യമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഭൂഗർഭ മിസൈൽ കരുത്ത് അമേരിക്കയ്ക്ക് ഇപ്പോഴും വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. ഈ ഭൂഗർഭ സിസ്റ്റങ്ങൾ ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ പ്രധാന ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധം ആരംഭിച്ചിട്ട് 1 മാസം പിന്നിട്ടിട്ടും ഇറാനും ഹിസ്ബുള്ളയും അവരുടെ ആക്രമണശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മുൻപ് ഏകദേശം 2000 മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടായിരുന്നുവെന്ന് വിലയിരുത്തപ്പെട്ട ഇറാൻ ഇതിനകം 100 കണക്കിന് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടും ഇപ്പോഴും വലിയൊരു ശേഖരം നിലനിർത്തുന്നുണ്ട്. ഇതിൽ പലതും പർവ്വത പ്രദേശങ്ങളിലെ ടണൽ സിലോകളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ അവ മുൻകൂട്ടി കണ്ടെത്തി നശിപ്പിക്കുന്നത് ഏറെ പ്രയാസകരമാണ്. ഇറാന്റെ യുദ്ധ സിദ്ധാന്തം കേവലമായ വിജയത്തിലല്ല, മറിച്ച് അതിജീവനത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയപ്പെടുന്നു. തങ്ങളുടെ വ്യോമസേനയുടെ കുറവുകൾ പരിഹരിക്കാനാണ് അവർ മിസൈലുകളെയും ഡ്രോണുകളെയും ആശ്രയിക്കുന്നത്. ശത്രുവിനെ പൂർണ്ണമായും തോൽപ്പിക്കുക എന്നതിലുപരി യുദ്ധം ദീർഘിപ്പിച്ച് ശത്രുവിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ക്ഷമ പരീക്ഷിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഇറാന്റെ മിസൈൽ ശേഖരം കുറയുന്നുണ്ടെങ്കിലും അവർ ഇപ്പോഴും അപകടകാരികളാണ്. ഭൂഗർഭ സംവിധാനങ്ങൾ, ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനം, ചിലവ് കുറഞ്ഞ ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവ യുദ്ധം ദീർഘിപ്പിക്കാൻ ഇറാനെ സഹായിക്കുന്നു. സൈനികമായ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പ്രസക്തി നിലനിർത്താൻ ഇറാന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഉടനെങ്ങും അവസാനിക്കുമെന്ന് കരുതാനും പറയാൻ പറ്റില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.